ഹലോ, നമുക്കിന്ന് രാവിലെ ഇല്ലേ കാപ്പിക്ക് അപ്പവും ചമ്മന്തിയുമാണേ. അന്നേരം അപ്പത്തിനുള്ളതെല്ലാം ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ വന്ന് നോക്കി ഇത് പൊങ്ങുമോ അതോ അത് പൊങ്ങിപ്പോയോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് വന്ന് നോക്കിയത്. അന്നേരം ആ പാത്രത്തിന് മേളിൽ വരെ നല്ലതായിട്ട് പൊങ്ങി നിൽക്കുമായിരുന്നു. പേടിയുണ്ടായിരുന്നു, ഈ തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് പൊങ്ങത്തില്ലല്ലോ. അങ്ങനെ ഇരുന്ന് ഏതായാലും വന്നപ്പോൾ നല്ലതായിട്ട് പൊങ്ങി. അന്നേരം അതിനകത്ത് പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ കലക്കി അങ്ങ് വെച്ചേ. നമ്മൾ സാധാരണ ഇവിടെ രാത്രി ഈ അപ്പത്തിനൊക്കെ എല്ലാം കൂടെ തിരുമ്മി വെക്കത്തുള്ളൂ. പച്ചരിയും തേങ്ങായും ചോറും എല്ലാം കൂടെ കൂട്ടി തിരുമ്മി വെച്ചിട്ട് രാവിലെ അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ അരച്ചില്ല. എങ്ങാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ എന്തോ ചെയ്യും. ഈയിടെയായിട്ടൊന്നും കറണ്ടും അങ്ങനെ കാണത്തില്ല ഇപ്പോഴും. അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം അരച്ച് വെച്ചേ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈസ്റ്റാണ് ഇടുന്നത്. ഇപ്പോൾ ഈസ്റ്റല്ല, ഇന്ന് ഞാൻ ഇച്ചിരി സോഡാപ്പൊടി ഇട്ടാണ് അരച്ചത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചമ്മന്തിക്കുള്ളതും കൂടെ എടുത്ത് നമ്മൾ സാധാ തേങ്ങ ചമ്മന്തിക്കുള്ള എല്ലാം കൂടെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുവേ. കടുക് പൊട്ടിച്ച് നമ്മൾ ആ ചമ്മന്തിക്കകത്തൊരു ചെറിയ വെള്ളമയം കാണുമല്ലോ, നനവിൻ്റെ ഒരു ഇത്, അത് ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. തരി പോലെ നല്ല ഇതായിട്ട് വന്ന് കിടക്കണം. അതുവരെ ചൂടാക്കി ഒന്ന് എടുക്കണേ. നമ്മുടെ അടുത്തൊരു കടയിലേ ഒരമ്മച്ചിയുടെ ഒരു കുഞ്ഞു കട, അവിടെ ഇന്നാൾ പോയപ്പോഴത്തേക്കിനും അവിടുന്ന് കഴിച്ചതാണ് ഈ അപ്പവും ചമ്മന്തിയുവേ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടുന്ന് വേറെ എങ്ങൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഈ ചമ്മന്തി കൂട്ടി. പക്ഷെ അന്ന് കഴിച്ചപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അത് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചമ്മന്തി കൂട്ടിയുള്ളത്. പക്ഷേ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത് നല്ലതായിരുന്നു. അങ്ങനെ തന്നെ ഈ പരുവത്തിൽ നമുക്ക് ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പവും കൂടെ ചുട്ടെടുക്കാവേ. അതാകുമ്പം ചൂടോട് കഴിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എപ്പോഴും നമ്മൾ ഈ ഈസ്റ്റ് മാത്രം ഉപയോഗിക്കുന്ന കാരണേ സോഡാപ്പൊടി എന്തായാലും ഇങ്ങനെ മാറ്റി പിടിക്കുമ്പോൾ ഒരു ടെൻഷനാണ്, ശരിയാകുമോയെന്ന്. പക്ഷേ എല്ലാവരും അങ്ങനെയൊക്കെ ഉപയോഗിക്കും. എന്നാലും നമുക്കൊരു പേടി. പക്ഷേ അപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്കിന്ന് രാവിലെ അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേ. നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പവും ചമ്മന്തി വേണേ. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.